ബാബർ ചക്രവർത്തി അയോധ്യയിലെ 1528 കടന്നുപോയപ്പോൾ അവിടെ അമ്പലം പൊളിച്ചിട്ടാണ് പള്ളി പണിതത് എന്നതിന് ഇതുവരെയുള്ള ഒരു പുരാവസ്തു ഗവേഷണവും ഒരു ഖനനവും ഒരു തെളിവ് നൽകിയിട്ടില്ല. ഇർഫാന വഹീബിനെ പോലുള്ള ആർ എസ് ശർമ്മയെ പോലുള്ള റോമിന താപ്പറെ പോലുള്ള ഇന്ത്യയുടെ നമുക്ക് വിലമതിക്കാൻ കഴിയുന്ന ചരിത്രത്തെ അതിൻ്റെ വസ്തുനിഷ്ഠമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചിട്ടുള്ള ഒരു ചരിത്രകാരന്മാരും ബാബറി മസ്ജിദ് 1528 പണിതത് പള്ളി അമ്പലം പൊളിച്ച സ്ഥലത്താണെന്ന് പറഞ്ഞിട്ടില്ല. അതിനുള്ള ഒരു തെളിവും വസ്തുനിഷ്ഠമായിട്ടില്ല. പക്ഷേ R.C. മജുംദാരുടെ പുസ്തകം വായിച്ചാൽ നിങ്ങളെന്താ കാണുക? R.C. മജുംദാർ പറയുന്നത് 1528 അതിലെ ബാബർ ചക്രവർത്തി വന്നു, അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാരൊക്കെ മുസ്ലിങ്ങളായതുകൊണ്ട് അവിടെ ബാരക്ക് താവളം പണിയുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾക്ക് ഒഴിവാക്കാനാവാത്താണ് നിസ്കാരം, അതുകൊണ്ട് അവിടെ പള്ളി പണിതു. ആ പള്ളി പണിത സ്ഥലമുണ്ടല്ലോ, ചിലപ്പോൾ ഒരു ക്ഷേത്രം പൊളിച്ചിട്ടാവാം, അയാളെ തോന്നലാണ്. ചരിത്രത്തിന് എന്ത് വസ്തുനിഷ്ഠമായ തെളിവാണ്, എന്ത് ചരിത്രപരമായ രേഖയാണ്? അദ്ദേഹത്തിന് അതിനുള്ളത് ഒരു തെളിവുമില്ലാതെ ഒരു ഊഹം അവതരിപ്പിക്കുകയാണ്. ആ ഊഹം തോന്നലാക്കുകയാണ്.